സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ആരെങ്കിലും നിന്നെ ഒരു കല്യാണത്തിന് ക്ഷണിച്ചാൽ പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കരുത്. ഒരുപക്ഷെ നിന്നേക്കാൾ ബഹുമാന്യനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയും. അപ്പോൾ നീ ലജ്ജിച്ച് അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കും. അതുകൊണ്ട് നീ വരുന്നതിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കുക. ആതിഥേയൻ വന്ന് നിന്നോട്, സ്നേഹിത, മുമ്പോട്ട് കയറിയിരിക്കുക എന്ന് പറയും. അപ്പോൾ നിന്നോട് കൂടെ ഭക്ഷണത്തിനിരിക്കുന്ന സകലരുടെയും മുമ്പാകെ നിനക്ക് മഹത്വം ഉണ്ടാവും. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും. എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പകൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. നമ്മുടെ നമുക്കിരിക്കാം. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടത് വളരെ മനോഹരമായ ഒരു സംഭവമാണ്. ഒരു വിവാഹ വിരുന്നിന് പോയാൽ ഏറ്റവും മുൻപിൽ കയറി ഇരിക്കരുത് എന്നുള്ള വളരെ ലളിതമായ ഒരു സന്ദേശമാണ്. നമുക്കറിയാം, പല പൊതുസ്ഥലങ്ങളിലും CCTV വെച്ചിരിക്കുന്നത്. CCTVയുടെ ധർമ്മം പലപ്പോഴും നിയമം അനുവർത്തിക്കുക എന്നുള്ളത് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ്. കള്ളന്മാരെ പിടിക്കുക, അല്ലെങ്കിൽ നിയമം തെറ്റിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെയാണ്. CCTVയിലൂടെ നോക്കിയാൽ, പിന്നീട് നോക്കിയാൽ ഇത് കാണാം ആരാണ് നിയമം തെറ്റിച്ചത്, ആരാണ് ക്യൂ തെറ്റിച്ചത് എന്നൊക്കെ. അപ്പോൾ ആ CCTV സത്യമേ പറയുള്ളൂ. നമ്മൾ പലപ്പോഴും ക്യൂവിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും എങ്ങനെയെങ്കിലും ഇടയ്ക്ക് കയറുക, അല്ലെങ്കിൽ മുൻപിലെത്തുക, മുൻപിൽ നിൽക്കുന്നവൻ എങ്ങനെയെങ്കിലും മുമ്പിലെത്തുക, കാര്യങ്ങൾ പെട്ടെന്ന് സാധിച്ചെടുക്കുക എന്നുള്ള ഒരു ടെൻഡൻസി നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ രക്തത്തിൽ ഉണ്ട്. നമ്മുടെ നേച്ചറാണത്. എങ്ങനെയെങ്കിലും ഇപ്പം പൊതു ആവശ്യങ്ങളാണെങ്കിൽ, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കൈക്കൂലി കൊടുത്ത്, ചെറിയ കൈക്കൂലിയൊക്കെ കൊടുത്ത് നമ്മളറിയാതെ തന്നെ കൈക്കൂലി കൊടുക്കുന്ന ഒരു സ്വഭാവം നമ്മളിലുണ്ട്, കാര്യങ്ങൾ സാധിച്ചെടുക്കുക എന്നുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ മുൻപിൽ, പ്രിയപ്പെട്ടവരെ, അതെല്ലാം പിൻപിലായിട്ടുള്ള കാര്യമാണ്. നിനക്ക് മുൻപന്തിയിൽ എത്തണമോ, ഒന്നാമതെത്തണമോ, നീ പിൻപിലായിരിക്കുക, നേരെ പോവുക എന്നുള്ള ഒരു വലിയ ഒരു സന്ദേശമാണ് ദൈവം ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് നൽകുന്നത്. വളഞ്ഞു പോയാൽ ഈ ലോകത്തിലൂടെയുള്ള കാര്യങ്ങൾ നിനക്ക് ഏറ്റവും ഭംഗിയായിട്ട്, ഏറ്റവും പെട്ടെന്ന്, ഏറ്റവും ശക്തമായിട്ട് രീതിയിൽ കാര്യങ്ങൾ നടന്നു കിട്ടും. എന്നാൽ ദൈവത്തിന്റെ മുൻപിൽ നീ കൃത്യമായിട്ട് നേരെ പോയില്ല എങ്കിൽ പിടിക്കപ്പെടും. ഇന്നത്തെ സുവിശേഷത്തില് നിസ്സാരമായിട്ടുള്ള സംഭവമായിരിക്കാം, പക്ഷേ ചെറുതാവുക, അല്ലെങ്കിൽ പിൻപൻ ആയിരിക്കുക. ദൈവം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവം മുൻപന്തിയിൽ നമ്മളെ എത്തിക്കും, മുൻപന്തിയിൽ നമുക്ക് സ്ഥാനം തരും എന്നുള്ള ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പലരും കുടുംബനാഥന്മാരുമാണ്. കുടുംബനാഥനാണെങ്കിൽ, നമുക്കൊന്ന് കുടുംബനാഥനായെന്ന് മറ്റുള്ളവരൊന്ന് തോന്നണമെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ, ചില ശക്തമായ തീരുമാനങ്ങൾ എടുത്തെങ്കിൽ ഭാര്യയ്ക്കും പിള്ളേർക്കൊക്കെ ഒന്ന് കുടുംബനാഥനായിട്ട് തോന്നുള്ളൂ. അപ്പൊ അമ്മച്ചിമാർക്കും അങ്ങനെയായിരിക്കാം. അമ്മച്ചിയാണെങ്കിൽ ഞാനും എൻ്റെതായ ചില കാര്യങ്ങൾ, ശക്തമായ തീരുമാനങ്ങൾ ചിലപ്പോൾ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ പിള്ളേരെയൊക്കെ ചിലപ്പോൾ ഒന്ന് വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമായിരിക്കാം. എങ്കിൽ കൂടിയും ശക്തമായ ഒരു തീരുമാനം എടുത്തെങ്കിൽ ഞാൻ അമ്മച്ചിയാണ് അല്ലെങ്കിൽ കുടുംബിനിയാണ് എന്നുള്ള ഒരു തോന്നല് എനിക്കുണ്ടാവുക എന്നുള്ള ഒരു തോന്നല് ഞാൻ സൃഷ്ടിച്ചെടുക്കും കുടുംബത്തിന്. ഒരിക്കലും ഞാനൊരു പുസ്തകം വായിക്കുമ്പോൾ കണ്ട ഒരു കഥയാണ്, ഒരു സംഭവമാണ്. ഒരു എഴുത്തുകാരൻ
ലളിത മനോഹരമായ ഒരു കുടുംബത്തെ അന്വേഷിച്ചു പോകുന്ന ഒരു സംഭവം അദ്ദേഹം അന്വേഷിച്ച് ഒരു പുസ്തകത്തിലുള്ള ഭാവനാ സൃഷ്ടിയാണിത്. അദ്ദേഹം നല്ലൊരു ലളിത സുന്ദരമായ കുടുംബജീവിതത്തെ അന്വേഷിച്ചു പോകുമ്പോൾ മറിയത്തെ, യേശുവിനെയാണ് ആദ്യമേ കാണുന്നത്. യേശുവിനെ കണ്ടപ്പോൾ ഈ എഴുത്തുകാരൻ ചോദിച്ചു, നിങ്ങളുടെ കുടുംബമാണോ ഏറ്റവും ലളിത മനോഹരമായ കുടുംബമെന്ന്? അപ്പോൾ യേശു പറഞ്ഞു, ഇല്ല, ഞാനൊരു പിഞ്ചു ബാലനാണ്, എനിക്കൊന്നും അറിയില്ല, ഞാൻ കുട്ടിയല്ലേ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് യേശു പറഞ്ഞത്, ബാലനായ യേശു പറഞ്ഞത്. അതിനുശേഷം ഈ എഴുത്തുകാരൻ അന്വേഷിച്ച് പോയി എത്തിച്ചേർന്നത് മറിയത്തെയാണ്. മറിയത്തെ കണ്ടപ്പോൾ മറിയത്തോട് ചോദിച്ചു, നിങ്ങളുടെ കുടുംബമാണോ ഏറ്റവും സൗന്ദര്യ മനോഹരമായ ലളിത മനോഹരമായ കുടുംബം എന്ന്? അപ്പോൾ മറിയം പറഞ്ഞു, ഞാനൊരു കുടുംബിനി മാത്രമാണ്, ദൈവത്തിന്റെ ദാസിയാണ്, എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ, ദൈവകൃപയാൽ നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വളരെ നിരാശനായിട്ട് ഈ എഴുത്തുകാരൻ പിന്നെയും പോയി. പിന്നെ കണ്ടുമുട്ടുന്നത് നമ്മുടെ യൗസേപ്പ് പിതാവിനെയാണ്. യൗസേപ്പ് പിതാവിനെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം ചോദിച്ചു, ജോസഫ്, ഞാൻ അന്വേഷിക്കുന്ന ലളിത മനോഹരമായ കുടുംബം നിങ്ങളുടെയാണോ എന്ന്? അപ്പോൾ ഈ ജോസഫ് പറയുകയാണ്, ഞാൻ വെറും ഒരു തോട്ടക്കാരനല്ലേ, ഒരു കാവൽക്കാരനല്ലേ, എൻ്റെ കുടുംബമൊന്നുമല്ല ലളിത മനോഹരമായ ഒരു കുടുംബമെന്ന്. പ്രിയപ്പെട്ടവരെ, നിസ്സാരമായ ഒരു സ്റ്റോറിയാണ്, ഒരു എഴുത്തുകാരന്റെ ഭാവന നിറഞ്ഞ ഒരു കഥയാണ്. പക്ഷേ ഇതിലൂടെ ദൈവം നൽകുന്ന വലിയ ഒരു സന്ദേശം ഇതാണ്: പിൻപനായിരിക്കുന്നവൻ തമ്പുരാന്റെ മുൻപിലേക്ക് ഏറ്റവും ഒന്നാമനാകും. തിരുക്കുടുംബത്തിന്റെ സ്ഥാനത്ത് വരെ എത്തിക്കാൻ ലോകത്തിലെ ഏറ്റവും മഹോന്നതമായ ഒരു കുടുംബത്തിന്റെ ഏറ്റവും അധിപതിയായ യൗസേപ്പ് പിതാവിനും മാതാവും ഈശോയുടെയും മറുപടി ഇങ്ങനെയായിരുന്നു: ഞാനൊന്നുമില്ലാത്ത ഒരു ദാസിയല്ലേ, ഞാൻ വെറും ഒരു തോട്ടക്കാരനല്ലേ, ഞാനൊരു നിസ്സാരനായ പിഞ്ചുകുട്ടിയല്ലേ എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളോട് ഈ പൊതുസ്ഥലത്ത് എവിടെയെങ്കിലും വെച്ച് കുടുംബനാഥനാണോ എന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ കോളർ അല്പം ഉയർത്തിപ്പിടിച്ച് ഞാൻ പറയും, ഞാനൊരു കുടുംബനാഥനാണ്. വീട്ടുപേരും അഡ്രസ്സും എല്ലാം കൃത്യമായിട്ട് പറയും. എന്താണ് ഉത്തരവാദിത്വം എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ ഭാഗ്യമായിട്ട് കാണുന്ന പല ഉത്തരവാദിത്വങ്ങളും നമ്മൾ പറയും. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബനാഥന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സേവനമാണ്. കുഞ്ഞുങ്ങളെയും ഭാര്യയെയും മാതൃകാപരമായിട്ട് ദൈവത്തിലേക്ക് അടുപ്പിക്കുക എന്നുള്ള വലിയ ഒരു ഉത്തരവാദിത്വമാണ് അപ്പനിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അപ്പനാകുന്നത്, കുടുംബനാഥനാകുന്നത് അവന്റെ അധികാരത്തിലൂടെയല്ല, മറിച്ച് അവന്റെ സേവനത്തിലൂടെയാണ്. ഒന്നാമനാകേണ്ടത് ദൈവത്തിന് മുൻപിലാണ്. അത് എത്തിച്ചേരണമെങ്കിൽ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാകണം, തോട്ടക്കാരനാകണം, നോട്ടക്കാരനാകണം. അമ്മയുടെ ഉത്തരവാദിത്വം ഇതാണ്: ഞാൻ വെറും ഒരു ദാസിയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജനനം മുതൽ മരണം വരെ ഒരു ദാസിയാണ്. സേവനത്തിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സ്ത്രീകൾ. ജനിച്ച് വിവാഹപ്രായം എത്തുന്നത് വരെ മാതാപിതാക്കൾ പറയുന്നതനുസരിച്ച് അവർക്ക് കീഴിൽ ജീവിക്കുന്ന വ്യക്തികളാണ് സ്ത്രീകൾ. വിവാഹത്തിന് ശേഷം ഭർത്താവിന് അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രായം എത്തിക്കഴിയുമ്പോൾ മക്കള് പറയുന്നതനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് അമ്മച്ചി. അപ്പോൾ സ്ത്രീകൾ എപ്പോഴും സേവനത്തിന്റെ പാതയിലൂടെ നീങ്ങുന്ന ഒരു വ്യക്തികളാണ്. അപ്പോൾ വെറും ഒരു ദാസിയാണ്. മറിയം പറഞ്ഞതുപോലെ, ഞാൻ വെറും ഒരു ദാസിയല്ലേ, കർത്താവിന്റെ ദാസിയല്ലേ? പ്രിയപ്പെട്ടവരെ, അത് സത്യമാണ്. ആ ദാസി അല്ലെങ്കിൽ ഞാൻ വെറും ഒരു സേവനം ചെയ്യുന്ന വ്യക്തിയാണെന്നുള്ള ബോധ്യം എന്നിലുണ്ടെങ്കിൽ
എൻ്റെ കുടുംബിനി എന്നുള്ള സ്ഥാനം ദൈവത്തിന്റെ മുൻപിൽ ഒന്നാമതായിരിക്കും. മക്കളും ഇതുപോലെ തന്നെ. ഞാൻ വെറും ഒരു കൊച്ചുകുട്ടിയല്ലേ, വിദ്യാഭ്യാസം ലഭിച്ചുവെങ്കിലും അറിവ് ലഭിച്ചുവെങ്കിലും വിദ്യാഭ്യാസമില്ലാത്ത ഒത്തിരിയേറെ അനുഭവമുള്ള എൻ്റെ അപ്പനെ പോലെ എൻ്റെ അമ്മയെ പോലെ ഞാനായിത്തീരുകയില്ല. വിദ്യാഭ്യാസം ലഭിച്ച് ഉന്നത ജോലി ഉണ്ടാവായിരിക്കാം മക്കൾക്ക്, പക്ഷേ അപ്പന്റെയും അമ്മയുടെയും അനുഭവം ഒരിക്കലും മക്കൾക്ക് ലഭിക്കുകയില്ല, മക്കൾക്കുണ്ടാവുകയില്ല. ആ അനുഭവത്തില് അവരെപ്പോഴും മക്കളാണ്. പ്രിയപ്പെട്ടവരെ, ഈ ചെറിയ ഈ കഥയിലൂടെ ദൈവം നൽകുന്ന ഒന്നാമത്തെ സന്ദേശം ഇതാണ്: നിസ്സാരനായിരിക്കാനായിട്ട് ശ്രമിക്കുക, പിൻപന്മാരായിരിക്കാനായിട്ട് ശ്രമിക്കുക. ദൈവം നമുക്ക് കരുതിയിരിക്കുന്ന ഒന്നാമത്തെ ശ്രേഷ്ഠമായ സ്ഥാനം ദൈവത്തിന്റെ മുൻപിൽ നമ്മൾ ശ്രേഷ്ഠമാകും, നമുക്ക് നൽകും എന്നുള്ള ആ മനോഭാവത്തോടുകൂടി, ആ സന്ദേശത്തോടു കൂടി നമുക്ക് ഇന്ന് ഈ ബലിയിൽ പ്രാർത്ഥിക്കാം. കുടുംബജീവിതം നമുക്ക് നയിക്കാം. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി പ്രത്യേകം